ഹലോ, സുഖമല്ലേ എല്ലാവർക്കും? ഇതൊരു നൊസ്റ്റോ ആട്ടോ. ഞാനൊരു വീഡിയോയിൽ കണ്ട് ഇങ്ങനെ മത്തി പൊരിച്ചതാട്ടോ. ഒന്നും മാറിനേറ്റ് ചെയ്തിട്ടില്ല. വെറും ചട്ടിക്കകത്ത് എണ്ണയൊഴിച്ച് അതിൻ്റെ അകത്തോട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലോട്ട് മത്തി കഴുകിയത് ഇങ്ങനെ വെതറിയിട്ട് തിരിച്ചു മറിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള മത്തി ഫ്രൈ ഇവിടെ റെഡിയാവും കേട്ടോ. വീഡിയോ വേണമെങ്കിൽ ഞാനിനി ഇട്ടുതരാം. ഇതാ ഇവിടെ മത്തിയുടെ കുറച്ച് പീര വെക്കുന്നുണ്ട്. അത് നല്ല പച്ചമാങ്ങ തേങ്ങയുടെ കൂടെ അരച്ച് ചതച്ചെടുത്ത നല്ല പീര. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. ചില കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റു പിടിക്കും. പണ്ട് അമ്മ വീട്ടിൽ മീൻ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ ഓടി അടുക്കളയിലോട്ട് പോകും. ആകെ മൊത്തത്തിലുള്ളത് കുറച്ചായിരിക്കും. അതിൽ നിന്ന് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഞുള്ളി തിന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറയും, പോയി പണി നോക്കുക, ഞാൻ വറുത്ത് അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറയും. അതിനുശേഷം തിന്നതിന് ശേഷമേ ആ മീൻ ചട്ടി എപ്പോൾ കാലിയാവും, വറുത്ത ചട്ടി എപ്പോൾ കാലിയാവും, എണ്ണയ്ക്കകത്തോട്ടിട്ട് ചോറിട്ട് പുരട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എനിക്കത് ഓർമ്മ വന്നു കേട്ടോ. ഞാനിങ്ങനെ ഈ മീൻ വറുത്തെടുത്തത് ഭയങ്കര സിമ്പിളായിരുന്നു. മാറിനേറ്റ് ചെയ്യേണ്ട, സമയം കളയേണ്ട, വെറുതെ എണ്ണ ഒഴിച്ച് ഇങ്ങനെ ഇട്ടാൽ മതി. ഞാൻ എന്നിട്ട് പെട്ടെന്ന് ചട്ടി അങ്ങോട്ട് കയ്യിലെടുത്തു കേട്ടോ. ചട്ടി കയ്യിലെടുത്തിട്ടേ 2 പിള്ളേരുടെ അമ്മയായെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു കുഞ്ഞായി. എൻ്റെ വീട്ടിലെ ഓർമ്മ അങ്ങനെ തന്നെ വന്നു. ഞാനൊന്നും നോക്കിയില്ല. അടുപ്പിൻ്റെ അവിടെ നിന്ന് അത് മാറ്റി ആരും അറിയാതെ ഒരു കോണിൽ പോയി കുറച്ച് ചോറ് അതിൻ്റെ അകത്തോട്ട് ഇട്ടു കേട്ടോ. ഇട്ടിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരുന്നപ്പോഴേ എൻ്റെ മോൻ അമ്മ വിളിയെന്നും പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ അടുക്കളയിലുണ്ടെങ്കിൽ അവൻ എൻ്റെ ഒപ്പമായിരിക്കും, അല്ലെങ്കിൽ ഒരു 10 അമ്മ വിളിക്കും. എവിടെയാ, എന്തെടുക്കുക എന്നാന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, വാടാ നിനക്കൊരു സാധനം തരാമെന്ന്. പുറകെ എൻ്റെ മോളും വന്നു. അവർക്ക് 2 പേർക്കും വാരി കൊടുത്തുട്ടോ. അടിപൊളി ടേസ്റ്റ്. അമ്മ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു. ഇതാണ് നമ്മുടെ ഇതിന്ന് ചട്ടിയിലിട്ട് ഇങ്ങനെ വിരട്ടി കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, എനിക്കിപ്പോൾ തന്നെ വോയിസ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല. വായിക്കൂടെ ഇങ്ങനെ വെള്ളം വരണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നൊസ്റ്റു കഥകൾ വല്ലതും ഉണ്ടോ? അപ്പോൾ ഇതുപോലെ മീൻ എങ്ങനെയാണ് വറുത്തതെന്ന് നിങ്ങൾ ചോദിച്ച് ഇടണമെങ്കിൽ ഞാൻ റെസിപ്പി ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ എന്നിട്ട് കുട്ടികൾക്കും വാരി കൊടുത്ത് ഞാനും കൂടെ കഴിക്കാൻ പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, വേറെ ഒന്നും ചേർക്കണ്ട. അപ്പോൾ മറക്കല്ലേ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് വരുന്നവരെ ഒന്ന് സബും കൂടെ ചെയ്തേക്ക്. ഞാൻ ഒരു ഉരുള കഴിച്ചോട്ടെ. എന്നാന്ന് വെച്ചാലേ എൻ്റെ കൊതി അങ്ങോട്ട് അടക്കാൻ പറ്റുന്നില്ല. വാ മോ, എന്തൊരു ടേസ്റ്റാണെന്നറിയാവോ. അതുപോലെ മത്തി ഇത്രയും പെട്ടെന്ന് വറുത്തെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ വീഡിയോ കണ്ടപ്പോഴേ ഇത്ര നന്നാവുമെന്ന് പ്രതീക്ഷയില്ല. പക്ഷേ എന്തായാലും ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് വീണ്ടും ഒരു പ്രാവശ്യം ചെയ്ത് കാണിക്കും കേട്ടോ. ഞാൻ ആദ്യം നന്നായി വരുമോ ഇല്ലയോ എന്നൊക്കെ അറിയാതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് ഓർത്തു. പക്ഷേ സൂപ്പർ വീഡിയോ ഇട്ടവർക്ക് എൻ്റെ നന്ദി കേട്ടോ.